ആരോഗ്യമന്ത്രിയും NHM ഡയറക്ടറുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ സമരസമിതി നേതാക്കളാണ് നിരാഹാര സമരമിരിക്കുന്നത്. അനിശ്ചിതകാല സമരം 39ാം ദിവസവും തുടരുമ്പോഴാണ് ആശാപ്രവർത്തകരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. രാവിലെ 11 മണിയോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം ആരംഭിച്ചത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു, ഷീജ R, തങ്കമണി എന്നിവരാണ് ആദ്യഘട്ടത്തിൽ നിരാഹാരം ഇരിക്കുക. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നും സമര നേതാവ് MA ബിന്ദു പറഞ്ഞു. ഓണറേറിയത്തിന്റെ തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എടുക്കേണ്ടത്. ആ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ വരെ പോകേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അടിസ്ഥാന വർഗത്തിന്റെ ന്യായമായ ആവശ്യം പരിഗണിക്കാത്ത സർക്കാരിനെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ ലജ്ജയുണ്ടെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സാമൂഹിക പ്രവർത്തക KG താര പറഞ്ഞു. അടിസ്ഥാന വർഗത്തിന്റെ ആളുകളെല്ലാവരും കഷ്ടതയിലാണ്. അപ്പോ ഇത് എന്ത് നിലപാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരവും ആരംഭിച്ചതോടെ പൊരിവെയിലും കനത്ത മഴയിലും തളരാത്ത ആശമാരുടെ സമരാവേശം പുതിയ തലത്തിലേക്ക് മാറുകയാണ്. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.